ഇവിടെ രേഖ സിവിൽ കോഡ് ഉണ്ടായേ തീരൂ. ഇന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അദ്ദേഹത്തിന് മന്ദിരങ്ങൾ പണിയാൻ കോടിക്കണക്കിന് രൂപ പിരിക്കുന്നവർ രേഖ സിവിൽ കോഡിനെ കുറിച്ച് പറയുമോ? പറയാൻ ധൈര്യമുണ്ടോ? ചിന്തിക്കുക. മനുഷ്യ സമൂഹത്തെ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും വിഭജിച്ച് ഭാരതത്തിലെ പൗരനെ ഇല്ലാതാക്കി. എന്നിട്ട് വാരിക്കോരി കൊടുക്കുന്നു ന്യൂനപക്ഷം എന്ന പേരിൽ. ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട്, അത് കിട്ടുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ കൈ നീട്ടുന്നു. അതിന്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം രൂപപ്പെടുന്നു. എവിടെയാണോ ശക്തി, സാമ്പത്തിക ശക്തി, രാഷ്ട്രീയ ശക്തി, അവിടത്തേക്ക് മാധ്യമങ്ങൾ പിന്നാലെ പോകുന്നു. ഇതിലൊരു പരിവർത്തനം വരുത്തിയാൽ ഇന്ന് വിപരീതമായി പോകുന്ന മാധ്യമങ്ങളും തിരിച്ചു വരും, സംശയമൊന്നുമില്ല. ഓർമ്മിക്കുന്നത് ഈ എറണാകുളത്ത് നടന്നൊരു സംഭവമാണ്. ഈ എറണാകുളത്ത് വർഷങ്ങൾ 30 ഏകദേശമായി കാണും വിശാല ഹിന്ദു സമ്മേളനം നടന്ന സമയത്ത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിപ്പിക്കണമെന്നൊരു തീരുമാനവും കർക്കടക മാസത്തെ രാമായണ മാസമായി സമാചരിക്കണമെന്നൊരു തീരുമാനവും വന്നപ്പോൾ കേരളത്തിലെ പ്രമുഖങ്ങളായ പത്രങ്ങളൊക്കെ വെണ്ടക്കയിൽ എഴുതി, മറക്കരുത്, ഇത് കേരളത്തെ വർഗീയമാക്കി തീർക്കാനുള്ള നീക്കമാണെന്ന്. ആ പത്രക്കാർ ഇവിടെ കാണും. അവരായിരിക്കില്ല ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകും, അവരുടെ പൂർവികരായിരിക്കാം. പക്ഷേ ഇന്ന് അതേ പത്രങ്ങളിൽ കർക്കടകം 1 രാമായണ മാസം, ഒരു മുത്തശ്ശി വായിക്കണു, ഒരു കുട്ടി നോക്കി നിൽക്കണു, ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ കാണാം. ഇതെന്താ ഈ മാറ്റം വരാൻ കാരണം? അന്നിത് കേരളത്തെ വർഗീയമാക്കി തീർക്കാനുള്ള പരിശ്രമമാണെന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് ഇന്ന് അതിനെ അനുമോദിക്കുന്നു? കാരണം സമാജം അതിന്റെ പിന്നാലെ വന്നു. അതൊരു ചാലകശക്തിയായി മാറി. അതിനെതിർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇപ്പൊ അതിന്റെ കൂടെ കൂടുകയാണ്. ഇതുപോലെ നമുക്ക് സാധിക്കണം. സാധിച്ചേ മതിയാവൂ. ഓർമ്മിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ആശ്രമത്തിൽ പ്രത്യേകിച്ചൊരു തിരക്കില്ലാതിരിക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ ഒരു വയസ്സായ ആശാരി വന്നു. അദ്ദേഹത്തിന്റെ പേര് മാധവനാശാരി എന്നാ. മോണയിൽ ഒറ്റ പല്ലുമില്ല, വളരെ പ്രായമായ ആളാ. അദ്ദേഹത്തിന് ഇപ്പൊ പണിയെടുക്കാനൊന്നും കഴിയില്ല. എന്നിട്ട് ഈ കെട്ടിടങ്ങളെ സ്ഥാനം നിർണ്ണയിക്കുക പണി, കുറ്റിയടിക്കാൻ പോകും. അങ്ങനെ എവിടെയോ കുറ്റിയടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ആശ്രമത്തിൽ വന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഒത്തുകൂടും, തമാശയൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു പതിവുണ്ട്. ഇപ്പൊ അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. ഇദ്ദേഹം വന്നപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കോലും ഒരു ഉളിയും ഒരു വടക്കു നോക്കി യന്ത്രവും ഉണ്ട്. അപ്പൊ നമ്മളൊന്നും അറിയാത്ത പോലെ ചോദിച്ചു, അല്ല ഈ സാധനം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വാമി അത് തവക്കയാണ്. കോഴിക്കോട് ജില്ലയിൽ വടക്കു നോക്കി യന്ത്രത്തിന് തവക്കാന്ന് പറയും. ഇത് തവക്കയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ല ഇതെന്താ അപ്പൊ ഇതിന്റെ സൂചി ഇങ്ങനെ? സ്വാമി ആ സൂചി വടക്കോട്ട് നോക്കിയേ ഇരിക്കൂ. ആഹാ, അതെന്തിനാ? അത് നോക്കിയിട്ടാ ഞങ്ങൾ സ്ഥാനനിർണയം ചെയ്യുന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ വരെ നിങ്ങൾ ഇരിക്കൂ കേട്ടോ എന്ന് പറഞ്ഞു. ആശ്രമത്തിലെ ലൗഡ് സ്പീക്കറിന്റെ യൂണിറ്റ് നമ്മൾ അഴിച്ചു വെച്ചിരുന്നു. ഓർമ്മിക്കുക, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോടതി വിധി വന്ന കാലം. ഇന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അതിലൂടെ ആ ബാങ്ക് വിളിക്കുന്നത്. കോഴിക്കോടൊക്കെ കമ്മീഷണർ ഓഫീസിന്റെ നേരെ മുമ്പിലാണ്. അവിടെ വിധിയും വിലക്കൊന്നുമില്ല. അതിരിക്കട്ടെ, അത് വേറെ വിഷയം. നമ്മളെന്തായാലും ഇത് ഊരി വെച്ച ദിവസമാണ്. നമ്മൾ ബോക്സേ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. ശരി, ഈ യൂണിറ്റ് എടുത്തു കൊണ്ടുവന്ന് ഒരു സഞ്ചിയിലിട്ടിട്ട് തോളിൽ ഇങ്ങനെ ഇട്ടു. പുറത്ത് കൂടെ ഇത് പുതയ്ക്കുകയും ചെയ്തു. ഈ പുതപ്പുകൊണ്ട് കുറെ ഗുണമുണ്ടേ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോ ഈ വടക്കോട്ട് നോക്കി നിൽക്കുന്ന സൂചി കിഴക്കോട്ടായി. അയ്യോ സ്വാമി, ഇത് കേടുവന്നു, നാളെ എനിക്ക് കുറ്റിയടിക്കാനുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് പരിഭ്രമിക്കുന്നത് കണ്ട ഒരു സുഖ. ഈ പല്ലൊന്നും ഇല്ലാണ്ട് പാവം പരിഭ്രമിക്കണ കാണുമ്പോ ഒരു സുഖ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോ വടക്കോട്ട് നോക്കിയ സൂചി തെക്കോട്ടായി. പാവം വല്ലാതെ പരിഭ്രമിച്ചിട്ട് രോഗമൊന്നും വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറ്റിവെച്ചു. അപ്പൊ സൂചി വടക്കോട്ട് തന്നെയായി. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഒട്ടും പ്രസംഗിക്കാനൊന്നും സമയമില്ലാത്ത ഈ സന്ദർഭത്തിൽ എന്തിന് ഇത്തരം ഒരു കഥ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോ ഈ വടക്ക് നോക്കി നിൽക്കുക, അതൊന്ന് മാറ്റിയെടുക്കണം. എന്തുകൊണ്ട് വടക്ക് നോക്കി നിൽക്കുന്നു? ശക്തമായ ഒരു കാന്തിക ധ്രുവം അങ്ങ് വടക്കുള്ളത് കൊണ്ടാണ്. അതിനേക്കാൾ ശക്തമായൊരു ധ്രുവം ഇപ്പുറത്തുണ്ടാക്കാൻ കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള സൂചി ഇങ്ങോട്ട് നിൽക്കും. അന്ന് ഇന്നത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഈ സനാതന ധർമ്മത്തിന്റെ പിന്നാലെ വരും. യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. ആ കാലഘട്ടത്തിലേറെ താമസവുമില്ല. അന്ന് രാഷ്ട്രീയക്കാര് കേവലം അരമനകളിൽ മാത്രമല്ല പോവുക. അതെ, സംശയമൊന്നുമില്ല. അന്ന് മാധ്യമങ്ങൾ നമ്മളെന്താ പറയണം നോക്കി നിൽക്കും. ഈ വ്യക്തി മാറും, വേറെ വ്യക്തി മാറും. പക്ഷേ ഹൈന്ദവ സമാജം അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ, ഒന്നാണ് നാം എന്ന ഭാവനയിൽ മുന്നോട്ട് പോകുമ്പോൾ, സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും, അടിവരയിട്ട് പറയട്ടെ രാഷ്ട്രീയവും ആയ കരുത്തോടുകൂടി നമ്മൾ പോകുമ്പോൾ
ഇതൊക്കെ കേട്ടിട്ട് ഇവിടുന്ന് അങ്ങ് പിരിഞ്ഞു പോകും. വോട്ട് കുത്താൻ നേരത്ത് ഇതൊന്നും ഓർമ്മ ഉണ്ടാവുകയില്ല. അത് പറ്റില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരോ ആയിക്കോട്ടെ, അവർ BJP എന്നോ കോൺഗ്രസ് എന്നോ മാർക്സിസ്റ്റ് എന്നോ ഒന്നും വ്യത്യാസം നമ്മൾ പറയുന്നില്ല. ഹൈന്ദവ താൽപര്യത്തെ മുൻനിർത്തുന്നവർ, അവർക്കേ നമ്മുടെ വോട്ടുള്ളൂ എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കാം.